ഹലോ, വോയിസ് ഉല്ലാസാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലേ, നമുക്ക് എങ്ങനെയാണ് നമ്മളെ കോയിൻഫോർജിലെ ഗ്ലോബൽ പൂൾ ഇൻകം എങ്ങനെയാണ് നമുക്ക് ഇന്നർ വാലറ്റിൽ നിന്ന് ഔട്ടർ വാലറ്റിലേക്ക് ആക്കാന്ന് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു മെത്തേഡേ ഉള്ളൂ. ഇവിടെ കാണുന്ന TP ടോക്കൺ പോക്കറ്റ് എന്ന് പറഞ്ഞ വാലറ്റിലേക്ക് നമ്മൾ കയറുക. നമ്മൾ കയറുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണിക്കും. ഇതുപോലത്തെ ഇൻ്റർഫേസ് കാണിക്കുന്ന സമയത്ത് അവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഏറ്റവും താഴെ ഡിസ്കവർ എന്നൊരു ഓപ്ഷൻ കാണിക്കും. ആ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ സെർച്ച് ബാർ ഉണ്ട്. ആ സെർച്ച് ബാർ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് ഓൾറെഡി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, കോയിൻഫോർജിൻ്റെ സൈറ്റിലേക്ക് നമുക്ക് കയറുക. കോയിൻഫോർജിൻ്റെ സൈറ്റിൽ കയറി കണക്ട് വാലറ്റ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, സൈറ്റിലേക്ക് എത്തും. സൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമ്മൾ ഗ്ലോബൽ പൂൾ കാണാൻ പറ്റും. ഗ്ലോബൽ 3 എന്ത് ചെയ്യുന്നു അവിടെ കാണാൻ പറ്റും. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഗ്ലോബൽ 3 എന്ത് ചെയ്യാം, നമുക്ക് വിഡ്രോവലിൻ്റെ ഓപ്ഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഗ്ലോബൽ 3യിൽ എങ്ങനെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാം. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക, ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് വരിക. അവിടെ നെറ്റ്വർക്ക് ഫീ എന്ന് പറഞ്ഞൊരു ഫീ കാണാം. ആ നെറ്റ്വർക്ക് ഫീ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അവിടെ സ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ സ്ലോ ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക, വീണ്ടും കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ജസ്റ്റ് ഒരു വെയിറ്റിങ്ങിൽ എന്ത് ചെയ്യാം, ക്ലെയിം സക്സസ്ഫുള്ളി എന്ന് നമുക്ക് വരും. ക്ലെയിം സക്സസ്ഫുള്ളായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 6ൽ നമുക്ക് നോക്കാം. അങ്ങനെയാണ് 6 ചെയ്യുക. 6ൽ എന്തുണ്ട്, 1.03 എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കും. അവിടെ ജസ്റ്റ് ക്ലെയിം കൊടുത്താൽ നെക്സ്റ്റ് ഓപ്ഷൻ പോലെ തന്നെ സ്ലോ ചെയ്യാൻ കാണിക്കും. അവിടെ നെറ്റ്വർക്ക് ഫീ സ്ലോ ചെയ്യുക, അത് കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുക്കുക, എന്നിട്ട് കൺഫേം കൊടുക്കുക. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഓപ്ഷൻ വരും. ആ ഇൻ്റർഫേസ് വന്നതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്ലെയിം സക്സസ്ഫുള്ളി എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇങ്ങനെ ഇതുപോലെ എഴുതി കാണിക്കും. ഇത്രയേ ഉള്ളൂ. എന്താണ്, നമുക്ക് ഒരു ഗ്ലോബൽ പൂള് ഇന്നർ വാലറ്റിൽ നിന്ന് നേരെ ഔട്ടർ വാലറ്റിലേക്ക് നമുക്ക് നമ്മളെ Web3 വാലറ്റിൽ ടോക്കൺ പോക്കറ്റിൽ USDT ആയിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് എന്ത് ചെയ്യുക, പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മുകളിൽ കാണുന്ന ഒരു ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ USDT കാണാം. ഇപ്പം 43 സംതിങ് ആണ് കാണുന്നത്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം കയറിയത് കാണാൻ പറ്റും. 44 അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, USDT കയറിയിട്ടുണ്ട്. 1.03 എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നമ്മൾ നേരത്തെ വലിച്ചത് കൊണ്ട് ഇപ്പം ഗ്ലോബൽ പൂൾ കിട്ടിയിട്ടുണ്ട്. ഇത്ര മാത്രമേ എന്തുള്ളൂ, ഗ്ലോബൽ പൂൾ വിഡ്രോയിലുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്.